രാത്രി 10 മണി. നഗരത്തിലെ തിരക്കുകൾ പതിയെ അവസാനിക്കുകയായിരുന്നു. ഒരു പഴയ പാലത്തിൻ്റെ അടിയിൽ 5 ചെറിയ നായക്കുട്ടികൾ അമ്മയുടെ ചൂട് പറ്റി കിടക്കുകയായിരുന്നു. അവയിൽ ഏറ്റവും ചെറുതായിരുന്നു ചിന്നു. ജനിച്ചിട്ട് 1 മാസം പോലും ആയിരുന്നില്ല. അവൻ്റെ ലോകം മുഴുവൻ അമ്മയുടെ പാലും അമ്മയുടെ സ്നേഹവും സഹോദരങ്ങളുമായിരുന്നു. ഓരോ ദിവസവും രാവിലെ അമ്മ നായ അവരെ സ്നേഹത്തോടെ നക്കി ഉണർത്തും. പിന്നെ ഭക്ഷണം തേടി നഗരത്തിലേക്ക് പോകും. പോകുമ്പോഴെല്ലാം ഒരേയൊരു കാര്യം പോലെ തോന്നും: ഞാൻ തിരിച്ചു വരും, എൻ്റെ കുഞ്ഞുങ്ങളെ വിശന്നിരിക്കാനിടയാക്കില്ല. ആ ദിവസം മഴയായിരുന്നു. വഴികൾ നനഞ്ഞു. വാഹനങ്ങൾ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. അമ്മ നായ ഭക്ഷണം തേടി റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഒരു വലിയ ലോറി അതിവേഗത്തിൽ വന്നത്. ബ്രേക്ക് പോലും പിടിച്ചില്ല. ഒരു വലിയ ശബ്ദം. അതിനുശേഷം എല്ലാം നിശബ്ദം. റോഡരികിൽ കിടന്ന അമ്മ നായ ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല. പക്ഷേ അത് അറിയാതെ പാലത്തിനടിയിൽ 5 കുഞ്ഞുങ്ങൾ അമ്മയെ കാത്തിരുന്നു. വൈകുന്നേരമായി, അമ്മ വന്നില്ല. രാത്രിയായി. വിശപ്പിൽ കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങി. ചിന്നു മാത്രം പാലത്തിൻ്റെ അറ്റത്തിരുന്ന് റോഡിലേക്ക് നോക്കി. ഓരോ വാഹനവും കടന്നു പോകുമ്പോൾ ഇതായിരിക്കും അമ്മ എന്ന പ്രതീക്ഷ. പക്ഷേ ആരും വന്നില്ല. പിറ്റേന്ന് വിശപ്പ് അസഹ്യമായി. സഹോദരങ്ങൾ മണ്ണ് നക്കാൻ തുടങ്ങി. ചിന്നുവിന് നടക്കാൻ പോലും ശക്തിയില്ലായിരുന്നു. അപ്പോൾ ഒരു ചായക്കടക്കാരൻ അവരെ കണ്ടു. ഒരു പഴയ പാത്രത്തിൽ കുറച്ച് വെള്ളവും ചോറും വെച്ചു. കുഞ്ഞുങ്ങൾ ഓടിയെത്തി. പക്ഷേ ചിന്നു ഭക്ഷണം കഴിച്ചില്ല. അവൻ ഇപ്പോഴും അമ്മയെ കാത്തിരിക്കുകയായിരുന്നു. അമ്മ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം എന്നായിരുന്നു അവൻ്റെ കുഞ്ഞു മനം. ദിവസങ്ങൾ കടന്നുപോയി. ഒരു സഹോദരനെ ആരോ എടുത്തുപോയി. മറ്റൊരാൾ രോഗം ബാധിച്ച് മരിച്ചു. ബാക്കിയുള്ളവർ ഓരോ വഴിക്കായി പിരിഞ്ഞു. അവസാനം ചിന്നു ഒറ്റയ്ക്കായി. എല്ലാ ദിവസവും അതേ സമയം അതേ സ്ഥലത്ത് അവൻ അമ്മ വരാറുണ്ടായിരുന്ന വഴിയിലേക്ക് നോക്കിയിരിക്കും. നഗരത്തിലെ പലരും അവനെ കണ്ടു. ചിലർ ബിസ്ക്കറ്റ് നൽകി, ചിലർ തലോടി. എന്നാൽ അവൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എപ്പോഴും റോഡിലേക്ക് നോക്കും, അമ്മ വരുമോ എന്ന്. ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങുകയായിരുന്ന ഒരു ചെറിയ പെൺകുട്ടി ചിന്നുവിനെ കണ്ടു. അവൾ വീട്ടിൽ നിന്ന് പാൽ കൊണ്ടുവന്ന് സ്നേഹത്തോടെ മുന്നിൽ വെച്ചു. ചിന്നു കുറച്ച് കുടിച്ചു. പക്ഷേ വീണ്ടും റോഡിലേക്ക് നോക്കി. ആ പെൺകുട്ടി ദിവസവും വരാൻ തുടങ്ങി. നിന്റെ അമ്മ വരും എന്നവൾ പറയുമായിരുന്നു. ചിന്നുവിന് ആ വാക്കുകൾ മനസ്സിലായില്ല. പക്ഷെ അവളുടെ സ്നേഹം മനസ്സിലായി. അങ്ങനെ മാസങ്ങൾ കടന്നു. ചിന്നു അല്പം വളർന്നു. എന്നാലും അമ്മയെ കാത്തിരിപ്പ് അവസാനിച്ചില്ല. മഴയുള്ള ഒരു രാത്രിയിൽ പാലത്തിനടിയിൽ വെള്ളം കയറി. ചിന്നു നനഞ്ഞു വിറക്കുകയായിരുന്നു. ആ ചെറിയ പെൺകുട്ടി അവനെ തിരഞ്ഞെത്തി. കയ്യിലെ കുട അവൻ്റെ മുകളിൽ പിടിച്ചു. വാ എൻ്റെ വീട്ടിലേക്ക്, അവൾ സ്നേഹത്തോടെ വിളിച്ചു. ചിന്നു അവളുടെ അടുത്തേക്ക് 2 ചുവട് നടന്നു. പക്ഷേ പെട്ടെന്ന് തിരിഞ്ഞ് വീണ്ടും പാലത്തിനടിയിലേക്ക് പോയി. കാരണം അമ്മ തിരിച്ചു വന്നാൽ തന്നെ കാണാതെ പോകുമോ എന്ന ഭയം. ആ രാത്രിയായിരുന്നു അവൻ്റെ ജീവിതത്തിലെ അവസാന രാത്രി. വിശപ്പും തണുപ്പും ക്ഷീണവും അവൻ്റെ കുഞ്ഞു ശരീരം താങ്ങിയില്ല. പുലർച്ചെ പെൺകുട്ടി ഓടിയെത്തിയപ്പോൾ ചിന്നു അനങ്ങാതെ കിടക്കുകയായിരുന്നു. അവൻ്റെ മുഖം റോഡിലേക്കായിരുന്നു, അമ്മ വന്ന വഴിയിലേക്ക്. ആ ചെറിയ കണ്ണുകൾ ഇപ്പോഴും തുറന്നിരിക്കുന്നു. അമ്മയെ അവസാനമായി ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹിച്ച പോലെ. ആ പെൺകുട്ടി കരഞ്ഞു, ചിന്നുവിനെ ചേർത്ത് പിടിച്ച്. ഞാൻ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ എന്നവൾ വീണ്ടും വീണ്ടും പറഞ്ഞു. പക്ഷേ സമയം കഴിഞ്ഞിരുന്നു. ആ ദിവസത്തിന് ശേഷം അവൾ എല്ലാ ദിവസവും ആ പാലത്തിനടിയിൽ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളവും ഭക്ഷണവും വെക്കാൻ തുടങ്ങി. അവൾ പറയും, ചിന്നുവിനെ രക്ഷിക്കാനായില്ല, പക്ഷേ മറ്റൊരു കുഞ്ഞ് ഇനി വിശന്ന് മരിക്കരുത് ഈ ലോകത്ത്. ഓരോ തെരുവ് നായ്ക്കുട്ടിയും ഭക്ഷണം മാത്രമല്ല അന്വേഷിക്കുന്നത്, അവരും കാത്തിരിക്കുന്നു ഒരു സ്നേഹനോട്ടം, ഒരു തലോടൽ, ഒരു സുരക്ഷിതമായ ഇടം, ഒരു കുടുംബം, ഒരു ചെറിയ ഭക്ഷണം, ഒരു ചെറിയ കരുതൽ. ഒരു ജീവനെ രക്ഷിച്ചേക്കാം. ഞാൻ ഈ കഥ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും ചിന്നു എന്നുള്ള ചെറിയ നായക്കുട്ടീൻ്റെ ഓർമ്മയായിരുന്നു കേട്ടോ. എന്താണെന്നേ അറിഞ്ഞൂടെ, ഈ കഥ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം മനസ്സിൽ മുഴുവനും. കാരണം എത്രയോ കുട്ടി അമ്മമാരിൽ പിരിച്ചിട്ട് കുട്ടികളൊക്കെ റോഡ് സൈഡിൽ കൊണ്ടുവരുന്ന കുട്ടികളൊക്കെ അവസ്ഥ ഇതുപോലെ തന്നെ ആവില്ല. നമുക്ക് അറിഞ്ഞൂടല്ലോ, അവർക്ക് നമ്മോട് പറയാൻ അറിഞ്ഞൂടാ. നമുക്ക് ചില ആൾക്കാർ മാത്രമേ പെറ്റ്സുകളൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരുള്ളൂ. മറ്റുള്ളവരെല്ലാം സ്വന്തം കാര്യം ചിന്താബാ എന്നുള്ള രീതിയിലാണ് പോവുക.
നമ്മുടെ ശരീരം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മറ്റുള്ളവർക്ക് സഹായിക്കാനുള്ള രീതിയിലാണ്. പക്ഷെ നമ്മളെ പെറ്റ്സുകൾക്ക് അങ്ങനെയല്ല രൂപകൽപ്പന ചെയ്തില്ല. അവർക്ക് എല്ലാം അങ്ങനെ 4 കാലും നിലത്ത് നടക്കണ പോലെ, നമുക്ക് അങ്ങനെയല്ല. 2 കാലും നിലത്ത് കിടന്നിട്ട് കൈ നമുക്ക് മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പടച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഘടനയിലാണ്. മനുഷ്യനായാലും ശരി, മൃഗങ്ങളായാലും ശരി, നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു ഉപകാരം, ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അത് ഉപകാരം തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.